Australian getaways. November, December Australia cherry season. Of course, we cherry pick cherry pick in the whole orchard. Whole orchard main exporting 2016 the public open public allowed pick പിന്നെ വേറെ പ്രത്യേകത 2019 ഇവിടെ ഇപ്പം 4th generation ആണ് ഈ ഫാം ചെയ്യുന്നത്. ക്രിസ് ആൻഡ് ലീ. ക്രിസിന് ഓസ്ട്രേലിയൻ ഫാമർ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാർബൺ ഫാമിങ്ങിന് ഉള്ള ഇന്നോവേഷനും കൂടി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വണ്ടിയിലാണ് നമ്മളവരെ കൊണ്ടുപോകുന്നത്. $10 അഡൾട്ട്സിന് എൻട്രി, $5 കിഡ്സിന്. അപ്പോൾ ഇനി നമുക്ക് പോയി ഫാമിൽ പോയി നല്ല ജ്യൂസി ചെറീസ് വെക്കാം. ഓർച്ചാർഡിൽ കൂടെയാണ് പോകുന്നത്. നാട്ടിൽ നമ്മൾ നല്ല ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ പോണ പോലെയുണ്ട്. ഇവിടെ ഉള്ളതൊന്നും റൈപ്പ് ആയിട്ടില്ല, മഴ ആയതുകൊണ്ട് ലേറ്റ് റൈപ്പിലാണ് ഇതൊക്കെ ഗ്രീൻ കളറുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ റൈപ്പിന് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. വോംബാറ്റിൽ ഹോൾ ഓർച്ചാർഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത്. നമുക്ക് പിക്ക് ചെയ്യാൻ ഒരു ബക്കറ്റ് തന്നിട്ടുണ്ട്. കാണിച്ച് ബക്കറ്റ് തന്നിട്ടുണ്ട്. ഈ ബക്കറ്റിൽ നമ്മൾ പിക്ക് ചെയ്തതനുസരിച്ചിട്ട് വെയ് ചെയ്തിട്ട് കിലോന് $10 കണ്ടോ. നമ്മൾ പിക്ക് ചെയ്ത ചെറീസാണ്. എൻട്രി ഫീ $10. പിന്നെ കിഡ്സിന് $5. അപ്പം നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി ചെറീസ് ആണ്. പിന്നെ ഒരു പ്രത്യേകത, ഇവിടെ കാർബൺ ഫാമിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിന് ഒരുപാട് ഡാമേജ് കാണാൻ പറ്റും. അത് കിളികളുടെ അല്ല, അത് മഴ പെയ്തൊരു ഡാമേജ് വന്നതാണെന്ന് അവർ പറയണ കേട്ടോ. പക്ഷെ നല്ല നല്ല അടിപൊളി ജ്യൂസി നല്ല റെഡ് ചെറികൾ. ഹോൾ ഓർച്ചാർഡ് ഇഷ്ടം പോലെ ചെറി ഉണ്ടായിട്ടുണ്ട്. പല ഏരിയയിലായിട്ടാണ് ഇവർ ചെറിയ വെച്ചിരിക്കുന്നത്. ഈ ഹില്ലിൻ്റെ മുകളിലുള്ളത് നന്നായി റൈപ്പനായിട്ടുണ്ട്. കളർ കാണാൻ പറ്റും. അപ്പോൾ നന്നായി റൈപ്പനായതാണ് നമ്മൾ പൊട്ടിക്കുക, അല്ലെങ്കിൽ പുളിയായിരിക്കും. കണ്ടോ, ഇതൊക്കെ നല്ല റെഡ് കളറ്. അപ്പോൾ അത് നോക്കി നമ്മൾ പൊട്ടിക്കണം. ഇഷ്ടം പോലെ ചെറി കണ്ടോ. എല്ലാ ട്രീയും ഒരു മെച്ചുറായ ട്രീയിൽ ഏകദേശം 40 കിലോളം ചെറി കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഇലകളുടെ ഇടയിലാണ് നമ്മൾ നന്നായി സൂക്ഷിച്ച് നോക്കണ്ട, കാണാൻ പറ്റും. കണ്ടോ, ഇലകളുടെ ഇടയിലാണ് ഇങ്ങനെ നിറച്ചുണ്ടായി നിൽക്കുന്നത്. നല്ല ബഞ്ചായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഇല്ലേ, നല്ല ഡെക്കറേറ്റഡ് ഒരു ട്രീ പോലെ ഉണ്ട്. ഒരു ഓർണമെൻ്റൽ ലുക്കാണ്. നിറച്ച് ചെറീസാണ് ഇവിടെ. കണ്ടോ, അതിങ്ങനെ മുകളിലേക്കും പോയിട്ടുണ്ട്. നല്ല റൈപ്പനായിട്ടുള്ള നല്ല ഡാർക്ക് റെഡ് കളറുള്ള ചെറീസാണ്. പിന്നെ ചെറി പിക്ക് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അഡലൈഡിൽ പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ അഡലൈഡിൽ കാംഗറൂ ഐലൻഡിൽ പോണ വഴിക്ക് ഒരു ചെറിയ ഫാമിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിക്കിങ് കഴിഞ്ഞ് പേ ചെയ്യുന്ന നേരത്താണ് അവർ പറഞ്ഞത് പെട്ടെന്ന് തന്നെ തിന്ന് കഴിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അവർ പറഞ്ഞത് ചെറി പിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വിത്ത് സ്റ്റെം വേണം പിക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് അധികം ദിവസം ഇരിക്കില്ല. ചെറിയുടെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ എത്ര തിന്നാലും മതിയാവില്ല, മടുക്കില്ല. ആപ്പിൾ പോലെയല്ല, നല്ല അടിപൊളി ചെറി ഇഷ്ടംപോലെ നമുക്ക് കഴിക്കാം. അതാണ് ചെറിയൊരു പ്രത്യേകത. നമ്മൾ ചെറി പിക്ക് ചെയ്യുമ്പോൾ ഇത് ചെറിയിൽ നോക്കിയാൽ തന്നെ കാണാൻ കേട്ടോ, ചില ഇത് ഡാമേജ് ഉണ്ട്. അപ്പോൾ ഡാമേജ് ഇല്ലാത്ത ചെറികൾ നമ്മൾ നോക്കി പിക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ ഇത് കണ്ടോ,
ഇത് നല്ലൊരു വലിയ കുഴപ്പമില്ലാത്തൊരു ചെറി, കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് പറയാം. ഇത് നല്ലതാണ്. അപ്പോൾ അതൊന്ന് അടിയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം അത് ചെറി നല്ലതാണോ അല്ല എന്നുള്ളത്. ചിലപ്പോൾ മുകളിൽ നോക്കി നമുക്ക് കാണാൻ പറ്റില്ല. കണ്ടത് ഇത് നല്ല ചെറിയ. അപ്പോൾ ഇത് സർഫേസിൽ അങ്ങനെ സ്ക്രാച്ചോ പക്ഷികൾ കൊത്തിയിട്ടോ അങ്ങനെയൊന്നും ഇല്ലാത്ത ചെറി നോക്കിയിട്ട് വേണം നമ്മൾ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ബഞ്ചിൽ നിന്ന് ഞാൻ ഈ ഒരു ചെറിയ പിക്ക് ചെയ്തു. അപ്പോൾ അത് അടിയിൽ നിന്ന് നോക്കണം. അടിയിൽ നിന്ന് നോക്കിയാലേ കാണാൻ പറ്റില്ല അതിന് ഡാമേജ് ഉണ്ടോ എന്നുള്ളത്. കണ്ടോ? മുകളിലുണ്ടായിരിക്കണം. മുകളിൽ നിന്ന് നമ്മൾ സ്റ്റൂള് വെച്ച് കയറി പൊട്ടിക്കണം. അതിന് മുകളിൽ കുറച്ച് നല്ല ചെടികളുണ്ട്. ചെറി പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാറ്റിസ്ഫൈയിങ് ഒരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഒരു നോസ്റ്റാൾജിക്കും കൂടിയാണ് നമ്മൾ ഈ ചെറി പിക്കിങ്. ഫ്രൂട്ട് പിക്കിങ് ഒരു നൊസ്റ്റാൾജി ആവാൻ കാരണം ചെറുപ്പത്തിലെ കുറേ നല്ല ഓർമ്മകളാണ്. വീട്ടിൽ പറമ്പിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ചക്ക, മാങ്ങ, പേരയ്ക്ക, ലൂവിക്ക, ചാമ്പയ്ക്ക, പിന്നെ എഗ് ഫ്രൂട്ട്, പൈനാപ്പിൾ, പപ്പായ. പിന്നെ സ്കൂൾ വിട്ട് വരുമ്പോൾ മാവുമ്പോൾ കയറി മാങ്ങ പൊട്ടിച്ച് അമ്മിക്കല്ലിൽ ചതച്ച് ഉപ്പും വെള്ളവും വെളിച്ചെണ്ണയും കൂട്ടി കഴിക്കുന്നത് ഇപ്പോഴും നല്ലൊരു ഓർമ്മയാണ്. പിന്നെ ഫ്രൂട്ട് പിക്കിങ് സാറ്റിസ്ഫൈങ് ആണെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മൾ നട്ട് വളർത്തിയ ചെടിയിൽ നിന്നുള്ള ഫ്രൂട്ട് ആണെങ്കിൽ കുറച്ചും കൂടി സാറ്റിസ്ഫൈങ് ആവും, നമുക്ക് കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പഴയ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. 2 തരം ആപ്പിൾ, പിന്നെ പീച്ചും നെക്ടറിനും കൂടി ഒരു ട്രീയിൽ, ഫിഗ് അതായത് അത്തിപ്പഴം, പിന്നെ ചെറിയ ഓറഞ്ച്, മാൻഡറിൻ, ലെമണ്, ജാപ്പനീസ് പെയർ ലാസ്റ്റ് ഇയർ ആണ് കൊണ്ടുവച്ചത്. അതിലൊരു പെയറുണ്ടായിരുന്നു. ആപ്പിളും പീച്ചും ഒരുപാട് ഫ്രൂട്ട്സ് നമുക്ക് കിട്ടാറുണ്ടായിരുന്നു. നമ്മൾ ആപ്പിൾ പിക്കിൻ്റെ ഒരു വീഡിയോയും മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലെമണും ഫിഗും അത്രയധികം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫ്രൂട്ട് ട്രീയൊക്കെ നന്നായി പ്രൂൺ ചെയ്യണം. അതിൻ്റെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യണം. എനിക്ക് പ്രൂൺ ചെയ്യാൻ ഭയങ്കര വിഷമമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ ട്രീസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രൂൺ ചെയ്യാൻ വിഷമമായിരുന്നു. പക്ഷേ പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട് സെല്ല് ചെയ്യേണ്ട സമയമായപ്പം അത് ഗാർഡനർ വന്ന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പം ഒത്തിരി അതിൽ ലീഫ് വന്ന് നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഈ ചെറി നമ്മൾ 2-3 വട്ടം വെച്ചു. 2 വട്ടം വെച്ചിട്ട് പിടിച്ചില്ല. 3-ാമത്തെ വട്ടം പിടിച്ച് കായ ഉണ്ടായതായിരുന്നു. പക്ഷേ ഒരു കാറ്റ് വന്നു കഴിഞ്ഞപ്പോഴത് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അത് നമ്മൾ കെട്ടി വെക്കണമായിരുന്നു, അതിന് സപ്പോർട്ട് കൊടുക്കണമായിരുന്നു. നല്ല പൊക്കത്തിലായുള്ള ചെറിയായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ വീട്ടിൽ നമ്മൾ ഫിജോവ, അതായത് പൈനാപ്പിൾ ഗാവ അല്ലെങ്കിൽ പൈനാപ്പിൾ പേരയ്ക്കാന്ന് പറയും. ഇത്തിരി പുളിയുള്ള പേരയ്ക്കാണ്, അത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി, പച്ചമുളകൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പിക്കിങ്ങിന് പോയപ്പോൾ കിട്ടി പെർസിമോനും ചെസ്നട്ടൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് പെർസിമോണിൽ ചോക്ലേറ്റ് പെർസിമോനും പിന്നെ ഹച്ചിയും മാത്രമാണ് സെൽഫ് പോളിനേറ്റിംഗ് ആയിട്ടുള്ളൂ. അപ്പോൾ മറ്റേതിന് എല്ലാ വെറൈറ്റിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ ട്രീ വേണം. പക്ഷെ എന്തായാലും നട്ട് നോക്കാം, അറിയില്ല എന്താ ഉണ്ടാവാന്ന്. ഇഷ്ടംപോലെ ചെറി ഉണ്ട്. ചെറി സീസണാണ്. ഇത് നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി ചെറീസ് ആണ്. 2016 അത് അവർ പബ്ലിക്കിന് അവൈലബിൾ ആക്കിയത്. അപ്പോൾ ഇപ്പോഴത്തെ ഓണേഴ്സ് ക്രിസ് ആൻഡ് ലീ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫെയർ, അത് ലോക്കൽസിന് കിട്ടുന്നില്ല. മെയിനായിട്ട് പ്രിൻസിപ്പളിലേക്ക് സിഡ്നിയിലേക്കായിരുന്നു പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് 2016 മുതൽ ലോക്കൽസിന് അവൈലബിൾ ആണ് പിക്ക് ചെയ്യാനായിട്ട്. അപ്പം വോംബാറ്റിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ചെറി പിക്കിങ്. അപ്പം വരിക, പിക്ക് ചെയ്യുക, കഴിക്കുക, ജ്യൂസി ചെറീസ്. അപ്പോൾ നമ്മൾ ചെറി പിക്കിങ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് ട്രെയിലറിലാണ്, കാരണം ആൾക്കാർ കൂടുതലാണ്.
ഇതിനകത്ത് അവർ മുമ്പ് കുക്ക് ചെയ്തപ്പോൾ കൊടുത്ത ചെറീസ് ഉണ്ട്. ഇതാണ് ചെറിയ റോക്ക് കാൻഡി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോക്ക് കാൻഡി ഉണ്ട് ഇവിടെ. പിന്നെ ചെറിയ ഐസ്ക്രീം ഉണ്ട്, അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ ചെറി ജാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മൾ ചെറി കാൻഡി വാങ്ങിച്ചിട്ടുണ്ട്. നല്ല അതിൻ്റെ മാച്ചിങ് ചെറി റോക്ക് കാൻഡി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ചെറി ജാം ഉണ്ട്, ഹണി ഉണ്ട്, ചെറി പൈ ഉണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചൊരു സാധനമാണ് ചെറി ഐസ്ക്രീം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ചെറി ഐസ്ക്രീം ഇൻ ദ ചെറി ഫാം. ചെറി ഓർച്ചാർഡിൽ നമ്മൾ ചെറി ഐസ്ക്രീം കഴിച്ച് നോക്കട്ടെ. ചെറിയൊരു പുളിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ വോംബാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കാൻബറയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ ഡ്രൈവാണ്. ഈ വോംബാറ്റിൽ ഒരുപാട് ചെറി ഓർച്ചഡ്സ് ഉണ്ട്, ചെറി പിക്കിങ്ങിന് പറ്റിയ സ്ഥലങ്ങളുണ്ട്. നമ്മളിതിനു മുമ്പ് പെർസിമോൺ പിക്ക് ചെയ്യാൻ വന്ന ഹില്ലോക്ക് ഓർച്ചാർഡ് ഇവിടെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ ഹോൾ ഓർച്ചാർഡ് ചൂസ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ റീസൺ ഉണ്ട്. ഇവിടെ കാർബൺ ഫാമിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അത് ഫ്രൂട്ട്സും കുറച്ചുകൂടി ടേസ്റ്റിയാണ്. അപ്പം ഞാൻ പറഞ്ഞു ക്രിസിന് 2019 ഇന്നോവേറ്റീവ് കാർബൺ ഫാമിങ്ങിനുള്ള അവാർഡ് കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓർച്ചാർഡിലേക്ക് വന്നത്. So I have Chris Holvia, who won the NSW Farmer of the Year award in 2019, and also for the innovative award in carbon farming as well. Okay, so carbon farming is where we store carbon in the soil, so the plants are able to collect sunlight and bring it back into the tree, and that energy gets converted into sugars, and then in the soil the microbes use those sugars and help convert the carbon out of the sugar into carbon in the soil, and we're able to build up carbon levels in our soil, so we're taking the carbon out of the atmosphere, and the plants are able to store it with the help of the microbes to put it back into the soil. And so it's helping the mother nature as well as it's good for the customers who eat their cherries as well. And it's good for the environment. Is it expensive to do that? Not really, because we want to do it to increase the quality of our fruit. Which is so it's a bonus. So it's like a win-win situation. And it gives us a bit more resilience. So in a drought year, we've got more water storage, and then in a wet year, we've got more friable soil, so it can collect more rainfall, and it doesn't wash off into the ocean, so it collects more rain and it stores more water. So it's a win-win for us. At the same time, it's a win for the environment because we're taking it out of the atmosphere and putting it into the soil. So it's like in the long run that it has a lot of beneficial benefits. So that's good. So unfortunately, a lot of the chemicals and synthetic fertilisers that we use can degrade the carbon in the soil. So if you apply a lot of nitrogen, for instance, that can burn off the carbon in the soil. And a lot of the farming practices do that, and they lose their nitrogen, lose their organic matter. So now farmers are just starting to realise that we've been doing it all wrong, and Mother Nature designed it to collect carbon, not to destroy it. So how long have you been doing the carbon farming? Was it since the beginning? I got out of mine in 2016, but I bought this property in 2005. 2005. So I've pretty much been building since then. Really got serious about the microbes around 2013, and then that's when we started to see, worked out how to build the carbon in about 2013. So then we started to really increase our carbon absorption. So how many acres roughly? We've got 250 acres, and that might be better. It's just too hard to talk. 250 acres, and cherries we have 50 acres. 50 acres. And are there any special types, or are they like same? I have heard all like there's different varieties. There's here, varieties there. So we have early varieties, late varieties. So we try and get the best cherry for each time slot, so that the pickers can pick one variety. And so there's fruit in every kind of, like rather than everything ripens in the same. So this year we're running a little bit late. So I saw a lot of the cherries are like yellowish, pinkish.
Is it the and then also a lot of damage? I thought it's the birds, but it's apparently the guy said it's the rain. Yeah, so the cherries swell up with all the water inside. Oh, that's the point. So some of the water can come in through the skin, but some comes up through the soil, and they swell, and then it gets to a point where the skin can't stretch anymore, and then boom, and then the skin splits and they open up. Because it looks really nice and they're big, but when you look at the bottom, it's like there's big cracks at the bottom. It's just sometimes they're little cracks, but this year they filled up with so much water, and we use a lot of calcium to make really firm skin and tough skin. So and good calcium levels are good for storage as well, so they last a long time. But we built a really tough skin, so when they did finally break, they broke really big. Sometimes only little cracks. Yeah, so rain is good sometimes. Sometimes it's like, untimely rain. Yeah, it made them grow. Like we saw them go from like 24 mil to 30 mil overnight. They just went, and I thought, wow, they're stretching so well. But then this happened. One day too much. Too much, yeah. There were a few bad days of heavy rain as well. So that's it's just good to know, because it's really exciting to see the ways of farming, how the farming is evolving, and then the new techniques being used. So I was just excited to. This regen is all new. I think I'm the only one that I know of in cherries. There's others that are doing regen farming in other industries and in farming. Yeah. The benefit of the regen for us is that firstly, chemicals can lower your brix levels, so they're not as sweet. So first of all, we get rid of the chemicals, we can have sweeter cherries, and also by balancing the nutrition, we get better flavour as well. Trees that healthy plants actually have more flavour and more balanced So it's in nutrition. the fruit, you can actually taste the difference. Yeah, you can taste the difference, and then also the microbes have got the ability to really absorb more nutrients and convert into the secondary metabolites, so you get more antioxidants and you get more flavonoids, I think they're called, and you get more of the immune boosting compounds, so they're actually healthier for you. So not only they taste better, There's a lot of other beneficial. beneficial. It's a good way to tell if something's healthy. If you taste a piece of, like an apple for instance, and it doesn't taste very good, it's not going to be healthy. Yeah. If you taste something that's really tasty, generally that's going to be much healthier for you, more dense nutrition. Okay, good to know. So congratulations on winning all those wonderful awards, and all the best with the carbon farming. Thank you very much. Thank you. Cheers.